നേന്ത്രപ്പഴത്തിൻ്റെ പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ പോലത്തെ ഒരു ഐറ്റം തന്നെ, സെയിം റെസിപ്പിയാണ്, നല്ല സ്വാദുമാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സുഖമാണ്. ചെറിയൊരു പുളിയും എരിവും അതുപോലെ തന്നെ മധുരമൊക്കെ ആയിട്ടുള്ള ഒരു നാടൻ കറി. അത്യാവശ്യം പഴുപ്പുള്ള നേന്ത്രപ്പഴം തന്നെ നമുക്കിതിന് വേണം കേട്ടോ. തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് കറുപ്പ് കയറിയിട്ടുള്ള നേന്ത്രപ്പഴം, എന്നാൽ നല്ലോണം കറക്കാനും പാടില്ല. തൊലി കളഞ്ഞ നേന്ത്രപ്പഴം ഇതുപോലെ നെടുകൊന്ന് കീറിയെടുത്തിട്ട് സൈഡ് ചരിച്ചിട്ടാ നമ്മളൊന്ന് കട്ട് ചെയ്യുന്നത്. ഇനി വട്ടത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഒരു കനത്തിൽ വേണം അത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ചട്ടിലേക്ക് പഴം നുറുക്കിയതിട്ടതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, അതും 1/2 ടീസ്പൂൺ ഇടാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. മാമ്പഴ പുളിശ്ശേരി ആയാലും പഴം പുളിശ്ശേരി ആയാലും ഒരു മഞ്ഞ നിറാണല്ലോ. പാകത്തിനുള്ള ഉപ്പ്, 2 പച്ചമുളക് നടുകീറിയത്. ഈ കാണുന്ന പച്ചമുളക് ഒരു മീഡിയം എരിവുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ നല്ല ജീരകം, ചെറിയ ജീരകം ചതച്ചെടുത്തതാണ്. പൊടിച്ചെടുത്തതായാലും കുഴപ്പമില്ല, അതൊരു 3/4 ടീസ്പൂണ്. പിന്നെ നേന്ത്രപ്പഴം മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. നല്ല ജീരകം സാധാരണയായിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കുന്ന സമയത്ത് ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നല്ല ജീരകം ആദ്യം ഈ വേവിക്കുന്ന സമയത്ത് തന്നെ ഇടും, അതിൻ്റെ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ടാണ്. പഴം എന്ത് വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള അരപ്പും തൈരൊക്കെ സെറ്റാക്കി വെക്കാം. ഏതാണ്ട് 3/4 കപ്പോളം നല്ല പുളിയുള്ള തൈരാണ് നമ്മൾ എടുത്തുള്ളത്. പുളിക്കനുസരിച്ചിട്ട് ഈ പറഞ്ഞു വേണം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഈ തൈര് ഒരിക്കലും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഉടച്ചെടുക്കരുത്. നമ്മൾ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി. മാമ്പഴ പുളിശ്ശേരി ആയാലും പഴം പുളിശ്ശേരി ആയാലും അതിൻ്റെതായ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്. ആ ഒരു കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ ഒരിക്കലും മോരൊഴിക്കരുത്, ഇതുപോലെ കട്ടി തൈര് തന്നെ ഒഴിക്കണം. കട്ടി തൈര് ഒഴിക്കുമ്പോൾ അതിങ്ങനെ പിരിപിരിന്ന് കെടുക്കരുത്. അതുകൊണ്ടാണ് നല്ലപോലെ ഉടച്ചെടുക്കാൻ പറയണത്. ഏതാണ്ട് 3/4 കപ്പോളം നാളികേരം ചെരുകിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ജീരകവും കുരുമുളകൊക്കെ അരയ്ക്കുന്നവരുണ്ട്. ഞാൻ ആദ്യമേ ജീരകവും കുരുമുളകൊക്കെ ചേർത്തു. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി അധികം അരയാത്ത മിക്സി ആണെങ്കിൽ നിങ്ങൾ അരച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പീര കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് കളഞ്ഞാൽ മതി. അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശരിക്കും നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. എന്നാൽ ഇതിൽ ചേർക്കുമ്പോൾ അതിൻ്റെതായ രുചിയും പിന്നെ കാണാനും ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഈ സമയത്ത് വെച്ചാൽ മതി. തേങ്ങയുടെ അരപ്പൊഴിച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് നല്ലപോലെ തിളയ്ക്കട്ടെ. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തൈര് ഒഴിക്കുക. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ചിരിക്കണം. അതുപോലെ തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോകും. നല്ല ചൂടുകൂടി തൈര് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റും കിട്ടില്ല, കൺസിസ്റ്റൻസിയും കിട്ടില്ല, ആ കാണുന്ന ഭംഗിയും കിട്ടില്ല. എന്തായാലും തൈരും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ സമയത്ത് നമുക്ക് മധുരം നോക്കിയിട്ട് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. പുളി മുന്തിക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് മധുരം കൂടി മുന്തിക്കുന്നതാട്ടെ ഈ കറിയുടെ സ്വാദം എന്ന് പറയുന്നത്. നല്ല നാടൻ വെളിച്ചെണ്ണ ചൂടാക്കി കടുകും ഉലുവയും പൊട്ടിച്ച് 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ചിട്ട് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മുപ്പിച്ചെടുത്തിട്ട് നമ്മുടെ കറിയുടെ മുകളിൽ ഒഴിച്ച വരുന്നൊരു മണോ സ്വാദുണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ. നല്ല നാടൻ കറി കേട്ടോ. മധുരക്കറി ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഈ കറി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നാടൻ കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ചെറിയ മധുരമുള്ള ഈ കറി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണേ. മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എന്നും ഉണ്ടാക്കാനും പറ്റില്ല, കാരണം നല്ല പഴുത്ത മാങ്ങ കിട്ടണം. അങ്ങനെയുള്ള അവസരത്തിൽ